ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, കുറച്ച് ലോജിക്കലാണ്. അതിന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതുണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശങ്കയും കൺഫ്യൂഷനും ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പോൾ തുർക്കി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് വരെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഒരു രാജ്യമോ നമ്മുടെ ശത്രുസ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു രാജ്യമോ അല്ല. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ ഒരു രാജ്യമല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും കാലങ്ങളായിട്ട് തന്നെ ധാരണയുണ്ട്. ഇപ്പോൾ തുർക്കിയുമായിട്ട് നമുക്കുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? അത് പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തു എന്നുള്ളതല്ല നമ്മുടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തത് കൊണ്ട് നമ്മൾ തുർക്കിയെ ബഹിഷ്കരിക്കണമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തത് ഇപ്പോഴൊന്നും അല്ലല്ലോ, വളരെ മുമ്പേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ അന്ന് മുതലേ ബഹിഷ്കരിച്ചില്ല എന്നുള്ളതാണ് അങ്ങയുടെ ഒരു ചോദ്യമായിരുന്നു. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കൂ, ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യം ആയുധം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അവരെ പരിപൂർണമായിട്ടും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയുമായിട്ട് നമ്മൾ ഒരു ബഹിഷ്കരണത്തിലേക്ക് പോകേണ്ടി വരും. കാരണം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന F-16 ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിതമാണ്. പാകിസ്ഥാനുമായിട്ട് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനും ചൈന കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. ഈവൻ തുർക്കി പോലും അല്ല പാകിസ്ഥാനുമായിട്ട് ആയുധ ഇടപാടുകളുടെ പേരിലെന്ന് പറയുന്നത്. തുർക്കിയുമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന വിഷയം എന്താണ്? കാരണം തുർക്കി ഇന്ത്യക്ക് അത് തരില്ല എന്നുള്ളൊരു നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് അനുകൂലമോ അവർ നമുക്ക് അനുകൂലമോ അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പാകിസ്ഥാന് മാത്രം നൽകുന്നു അല്ലെങ്കിൽ യുക്രൈന് മാത്രം നൽകുന്നു എന്ന് പറയുന്നത് തുർക്കി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷമുള്ള നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. തുർക്കി ഇപ്പോഴാണ് അസന്നിഗ്ധമായിട്ടൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്നുള്ളത്. ഇനി തീർച്ചയായിട്ടും തുർക്കി എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇന്ത്യക്കാർ റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യാനോ പഠിക്കാനോ പോയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമായിട്ട് വരേണ്ടുന്ന കാര്യമില്ല. ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ ആരെങ്കിലും ഹോട്ടൽ നടത്തുന്നത് കൊണ്ട് പാകിസ്ഥാനുമായിട്ട് നമ്മൾ നാളെ മുതൽ പാകിസ്ഥാൻ കളിക്കാരെ IPL കൊണ്ടുവന്ന് കളിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഹോട്ടൽ നടത്തുന്നവർ ഒന്നുകിൽ ഹോട്ടൽ പൂട്ടി വീട്ടിൽ പോകുകയെന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. തുർക്കിയോട് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും വ്യക്തമായിട്ടുള്ള നിലപാടാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൂനെയിൽ നിന്നുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സ് വ്യാപാരികളുണ്ട്. അവർ പ്രതിവർഷം 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഡീലാണ്. എനിക്കൊന്ന് 1000 കോടി ഡോളറാണോ എന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. എനിക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇറക്കുമതി ചെയ്യുന്നത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അത് അവർ പരിപൂർണമായിട്ടും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വ്യാപാരികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പുറത്ത് അവർക്ക് ഒരു അൺട്രസ്റ്റ് ഉണ്ടാവും, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ എന്നിട്ടും രാജ്യ താല്പര്യമാണ് വലുത്. പാകിസ്ഥാനൊപ്പമാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട്സോ മറ്റു കാര്യങ്ങളോ ഞങ്ങൾ ഇവിടേക്കും കൊണ്ടുവരുന്നില്ല, നിങ്ങൾക്ക് അവിടെ വ്യാപാര നഷ്ടം ഉണ്ടാകട്ടെ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ്. അപ്പോൾ ഇവിടെ കച്ചവടം നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രത്തെ മാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടത്തണ്ട എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അതാണ് ഞാൻ പറയുന്നത്. സെക്യൂരിറ്റി വിഷയം മാത്രമല്ല, അവർ തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ നോർമൽ സെക്യൂരിറ്റി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CASF മുതൽ എമിഗ്രേഷൻ മുതൽ ബാക്കി എല്ലായിടത്തും കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വരുന്നത്. കസ്റ്റംസ് മുതൽ സകലതും അത് ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അവരുടെ മേൽ നമ്മുടെ ഏജൻസികളുടെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആ എയർപോർട്ട് റൺ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വിവേചനാധികാരത്തിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിലൊരു നിലപാടുണ്ടാകുമ്പോൾ 60% ഇന്ത്യക്കാർ അവിടേക്ക് യാത്ര ക്യാൻസൽ ചെയ്യുമ്പോൾ അത് കൂടും, വരും ദിവസങ്ങളിൽ അത് കൂടും. ഈ പറയുന്ന വ്യാപാരികൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കണ്ണൂർ എയർപോർട്ട് ഹാൻഡിൽ ചെയ്യുന്ന സംസ്ഥാന സർക്കാർ അത്തരൊരു നിലപാടിലേക്ക് പോകുന്നതായിരിക്കും അഭികാമ്യമെന്ന് ആണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.